എല്ലാ മതങ്ങളിലും പെട്ടവർക്ക് ചിന്തിക്കാവുന്ന വലിയൊരു ഉപദേശം വരുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെയാണ്: എന്റെ പ്രദേശത്ത് നിന്ന് വിട്ട് അല്പം ദൂരെയായി മറ്റൊരു പ്രദേശത്ത്, ഞാൻ ആ സ്ഥലവും സാഹചര്യവും അല്ലെങ്കിൽ ഏത് എന്നൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല, വ്യക്തികളെയും ഞാൻ പറയുന്നില്ല, അതൊരു വേണ്ട, ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. അതിങ്ങനെയാണ്: അതാത് പ്രദേശത്തുള്ള ഒരു മഹലിന്റെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. മഹല്ലിവാസികളെ മുഴുവൻ വിളിച്ചു ചേർത്തിക്കൊണ്ട് അവിടത്തെ ഖതീബ് പള്ളിയിൽ ഇരുത്തിയിട്ടുണ്ട്. 420ഓളം വരുന്ന മഹല്ലിവാസികൾ ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട്, പുരുഷന്മാര്. വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം ഒരു ഉപദേശ കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ പേര് ദഅവ കമ്മിറ്റി എന്നാണ്. അങ്ങനെ ആ കമ്മിറ്റി രൂപീകരിക്കണം. കമ്മിറ്റിയുടെ ലക്ഷ്യം അദ്ദേഹം ആദ്യം വിവരിച്ചു കഴിഞ്ഞു. കണക്കിലേറെ അന്യപുരുഷന്മാരുമായിട്ട് ഫോണിലൂടെ മറ്റും ചാറ്റിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സ്ത്രീ പുരുഷ അവിഹിത ബന്ധങ്ങൾ ഇല്ലാതാക്കുക, കുട്ടികളുടെ മയക്കുമരുന്ന് പോലെയുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുക, മടിയിൽ നിന്ന് മടിപ്പെട്ട കുട്ടികളെ അവരെ വീണ്ടും പഠനത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ സിഗരറ്റിനോ മദ്യത്തിനോ എന്തെങ്കിലുമൊക്കെ അഡിക്റ്റായ ടീമുകൾ ഉണ്ടെങ്കിൽ അവരെ കാര്യം പറഞ്ഞ് നന്നാക്കി കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് ഗുണകരമായ നല്ല പ്രവൃത്തികൾ ഉപദേശിക്കാനുള്ള ഒരു ഉപദേശക സമിതി. ഇതാണ് തീരുമാനം. അതിനവർ ദഅവ കമ്മിറ്റി എന്ന് പേരിട്ടു. അതിന്റെ രൂപീകരണത്തിന് ഒരു പൊതുസഭ വിളിച്ചു ചേർത്തതാണ്. എന്നിട്ട് ഞാനും ഈ എളിയവനായ എന്നെയും ഒരു ക്ഷണം പ്രകാരം ഞാനും അവിടെ എത്തിയിട്ടുണ്ട്. ക്ഷണിച്ച് ഞാൻ അവിടെ എത്തി, പങ്കെടുത്തു, ഇരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഖതീബ് അവരോട് പറയാണ്, നമുക്ക് 10 പേര് വേണം ഒരു കമ്മിറ്റിക്ക്. ഈ 10 പേര് ഒന്ന് ഞാൻ തന്നെ ആവാം, ബാക്കി 9 പേര് നിങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പൊതുവെ കമ്മിറ്റികൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു നമ്മളുടെ ഈ വിഭാഗത്തിന്റെ കയ്യിൽ വേണം, അല്ല ഈ വിഭാഗത്തിന്റെ കയ്യിൽ വേണം, അല്ല മറ്റേ കൂട്ടരായിക്കോട്ടെ എന്നൊക്കെയുള്ള പിടിമ്പലി വർത്താൻ ആദ്യം തുടങ്ങി. ഇങ്ങനെ അവന് ഇവനെന്നൊക്കെയുള്ള ഉന്തും തള്ളും വല്ലാത്ത, അല്ല നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്, അല്ല പള്ളീന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ആളാവട്ടെ ഒരാള്, പിന്നെ പഴയ പ്രസിഡന്റ് ആവട്ടെ ഒരാൾ, ഇങ്ങനെയൊക്കെ വല്ലാതെ സംസാരം വന്നപ്പോ ഖതീബ് ഒരു ഉപാധി വെച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ ആരും ആവട്ടെ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംശുദ്ധരായിരിക്കണം. ഇതാണ് എന്റെ ഒരു ആവശ്യം. ഒന്ന് ഞാൻ തന്നെ നിൽക്കാം, ബാക്കി 9 പേര് നിങ്ങൾ പറഞ്ഞോളൂ എന്നും പറഞ്ഞു. എന്നാ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉസ്താദ് ആരാണ് ഈ സംശുദ്ധനായവൻ ആരാണെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഈ ഉപദേശിക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ വെടിഞ്ഞവനായിരിക്കണം, ആള് ഗുണം ചെയ്യുന്ന നന്മയുള്ള ആളായിരിക്കണം, മതാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം, കൂടെ ഈ ആൾക്ക് പരപുരുഷ പരസ്ത്രീ ബന്ധങ്ങളൊന്നും പാടില്ല, ചീത്തപ്പേരിന് വഴിയില്ലാത്ത ആളായിരിക്കണം, മദ്യം പുകവലി എന്നിവ ഇല്ലാത്ത വ്യക്തിയായിരിക്കണം, പലിശ തുടങ്ങിയിട്ടുള്ള കേസുകളിൽ നിന്ന് വിമുക്തനായിരിക്കണം, സാമാന്യം ജനങ്ങളിടയിൽ നല്ല അഭിപ്രായവും സ്വീകാര്യനുമായിരിക്കണം, സ്വഭാവം കൊണ്ട് ആള് സൽഗുണ സമ്പന്നനായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു 10 പേര് മതി നമ്മൾക്ക് വളരെ ഉഷാറായിട്ട് കമ്മിറ്റി ഫോം ചെയ്യാം. അങ്ങനെ വരുമ്പോ നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി ഒരാളെടുത്ത് ചെല്ലുമ്പോ നിങ്ങളെല്ലാം തികഞ്ഞവനാണെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരു ക്വാളിറ്റി അത്ര മതി, വല്ലാതെ വേണമെന്നില്ല. എന്നാലും ഏറെയൊക്കെ ഒരു സാമാന്യം ഭേദപ്പെട്ട നിങ്ങളിൽ 420 നിന്ന് ഒരു 10 പേരെ നിങ്ങൾ പറഞ്ഞോളൂ, അതായിരിക്കും അതിന് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് ശരി, നല്ല അഭിപ്രായമാണ്, അത് സ്വീകരിച്ചു, എന്നാ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞു, ബിസ്മില്ല, ഒരാൾ ആദ്യം ഒന്ന് എഴുന്നേൽക്കുക. ആരാണ്? ഞാനെന്ന് പറഞ്ഞു, എഴുന്നേറ്റോട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ശരി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു, അന്വേഷിച്ചു. അവൻ എന്നൊക്കെ പറഞ്ഞപ്പോ അത് പറ്റില്ല. എന്നാ അവന് പഴയ പ്രസിഡന്റ് അല്ലല്ല അത് പറ്റില്ല, അയാൾ നേരത്തെ മറ്റേ കേസുള്ളവനാ. എന്നവനും നമ്മളെ പഴയ സെക്രട്ടറി അയാളെ കാര്യം ഉണ്ടല്ലേ നീ, അതിന് വേറെ കേസ് എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെ തമ്മിൽ പെറുപെറുക്കാൻ തുടങ്ങിയപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആരും ഒരാളെ പറയുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അസ്വസ്ഥനായിക്കൊണ്ട് ഒരാൾ പയ്യെ അങ്ങോട്ട് എഴുന്നേറ്റു. അവിടുന്ന് പെട്ടെന്ന് ചാടി ഡീഡിയുടെ അവിടെ എന്ന് പറഞ്ഞു. കാരണം ആ എഴുന്നേറ്റവൻ ഈ സംശുദ്ധനല്ല. അയാൾ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റതാണ്, സംശുദ്ധനായത് കൊണ്ടല്ല, ഞാൻ പാത്തിയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു. അയാൾ ഇറക്കിപ്പോയി. ഇതോടുകൂടി ഒരു ചിരിയായി, ഒരു മുഴക്കം വന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ പയ്യെ അങ്ങോട്ട് പൊങ്ങി. ആ പൊങ്ങുന്നതൊക്കെ എങ്ങനെയാ? തല പൊങ്ങി കഴിഞ്ഞാൽ അവൻ സംശുദ്ധനാവുമല്ലോ. അപ്പൊ ഒന്ന് കുമ്പിട്ട് ഇരിക്കുകയാണല്ലോ, എല്ലാരും ചമ്പ്രപടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഊരാദ്യം പൊക്കി, പിന്നെ കുമ്പിട്ടിരുന്ന്, പിന്നെ കൈ പൊക്കി, നേരെ എഴുന്നേൽക്കാൻ പോലും ഒരു സഭയെന്ന് കഴിയുന്നില്ല. ആ രീതിയിൽ പ്രമുഖന്മാരായ 4-5 ആൾക്കാർ ഫോൺ വന്നിട്ട് ഫോൺ വിളി വന്നതായിട്ടും ബേക്കുന്നാരോ വിളിച്ചോന്നൊക്കെ ചോദിച്ചു
എസ്കേപ്പ് തട്ടിയെടുത്തു. അപ്പൊ ഇനി എല്ലാവരും തമ്മിൽ നോക്കുന്നുണ്ട്. ആരും ഒരു ഞാൻ തികഞ്ഞവനാണെന്ന് പറഞ്ഞ ഒരാൾ നിൽക്കുന്നില്ല. അപ്പോ നേതൃത്വത്തിൽ അവരെ യോഗം വിളിച്ചവരും പ്രസിഡന്റും പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും മറ്റുള്ളവരൊക്കെ ചേർന്നിട്ട് ചോദിച്ചു, ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാളോ, നമ്മൾ 10 വേണ്ട ഒരു 5 ആക്കല്ലേ. ഉടനെ കത്തീബ് പറഞ്ഞു, സുഹൃത്തുക്കളെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു, നമുക്ക് 10 വേണ്ട 5 ആക്കി. ബിസ്മില്ല, ഒരാൾ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു 4 മതി, കാരണം 1 ഞാൻ തന്നെയാണെന്ന് കത്തീബ് വീണ്ടും പറഞ്ഞു. 4 ഉണ്ടോ? എവിടുന്ന് കിട്ടാൻ? പലിശ പാടില്ല, പരസ്ത്രീ ബന്ധങ്ങൾ പാടില്ല, ചീത്തപ്പേരുകൾക്ക് വകണ്ടാക്കാത്ത ആള്, മുൻകാലങ്ങളിൽ നല്ല മാർക്കുള്ള വ്യക്തികളായിരിക്കണം, യാതൊരു വിധത്തിലും ഒരാളെ മുന്നിൽ പവിത്രത അങ്ങേറ്റമുള്ള വ്യക്തിയായിരിക്കണം, ചീത്തപ്പേര് യാതൊരു വിധത്തിലും ഇല്ലാത്ത ആളായിരിക്കണം. തമ്മിൽ എല്ലാരും ഒന്ന് എന്താക്കി സ്വയം ചിന്തിച്ച് അസാധ്യ കുമ്പസാരാണ് നടന്നത്. ഞാൻ തികഞ്ഞവനാണോ എന്ന് ചിന്തിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. 18ാമത്തെ മിനിറ്റ് എത്തി, ഇത് എവിടെ എത്തുന്നില്ല. എല്ലാരും ലാസ്റ്റ് അസ്വസ്ഥതായി എഴുന്നേൽക്കുകയാണ്. എന്നാൽ നിലവിലുള്ള പ്രസിഡന്റിനെ സെക്രട്ടറിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നിനെ ആ മഹല്ലിൽപ്പെട്ട മറ്റു ഉസ്താദുമാരുണ്ട്, അവരെ പേര് മറ്റൊരു ആള് പറയണ്ടേ, അതുപോലും ഓർക്കുന്നില്ല. അപ്പൊ എന്ത്, ഞാൻ നല്ലവനല്ല, അതുകൊണ്ട് തന്നെ അവന്റെ പേര് പറയാൻ ഞാൻ തയ്യാറുമല്ല. ഇതാണ് സിസ്റ്റം. നോക്കണം, മറ്റാരൊക്കെയോ ഉണ്ടാവും, പക്ഷെ ആ ആളെ പേര് പറയാൻ പോലും മറ്റുള്ളവർ തയ്യാറാവുന്നില്ല. ചോദിച്ചത് എന്താണ്? ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ തരത്തിലുള്ള 4 10 സംശുദ്ധനാണെങ്കിൽ അവ സ്വർഗത്തിന്റെ അവകാശിയാണ്, അല്ലേ? ആ സംശുദ്ധനായ സ്വർഗത്തിന് അവകാശിയായ ആളെ പേരാണ് ഈ പറഞ്ഞത് സംശുദ്ധൻ. ആ ആൾക്ക് ടിക്കറ്റ് ഒക്കെയാണ് അവിടെ സ്വർഗത്തില്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത്രയും ഒരാളെ ഉപദേശിക്കാൻ വിട്ടയക്കുന്നവൻ മെച്ചമുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഞാനിങ്ങനെ കേട്ടിച്ചിരിക്കുക ഒരു മൂലയിൽ ഇരുന്ന് ഒരു പില്ലറിന്റെ മറുപടി ഞാൻ നിൽക്കുന്നുണ്ട്. പരിപൂർണമായിട്ട് എനിക്കറിയാം, എനിക്ക് ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഞാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാനും ഇത് കേട്ടോണ്ടിരിക്കുക. ഏറെ കഴിഞ്ഞിട്ട് ഇതിനൊരു ഉത്തരം കിട്ടാതായപ്പോ എന്തുണ്ടായി? ആ സഭ രക്ഷിക്കൽ അവിടുത്തെ ഒരു പഴയ പ്രസിഡന്റിന്റെ കടമയായിരുന്നു. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിപാടിയിലേക്ക് SKSSFന്റെ ഒരു പോരായ്മയുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ മറ്റു ചില സംഘടനയുടെ പോരായ്മയും വന്നിട്ടുണ്ട്. അവരെയും ഇവരെയും കൂട്ടിവെച്ച് മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ ഈ യോഗം നടത്തണം. അങ്ങനെ തീരുമാനിച്ച് ഇപ്പം പിരിയാന്ന് പറഞ്ഞു. കൂട്ടരെ, അത് പിരിഞ്ഞിട്ട് ഒരുപാട് നാളായി, ഇന്നേ വരെ യോഗമില്ല, മാസങ്ങളോളം കഴിഞ്ഞു പോയി. ആ യോഗം അങ്ങനെ പോയി, ആ കമ്മിറ്റി നിലവിൽ വന്നിട്ടുമില്ല. ഇത് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? 420 നിന്ന് പേരിന് പോലും മരുന്നിന് പോലും പത്തെടുക്കാൻ കഴിയാത്ത ഉമ്മത്തിന്റെ വലിയൊരു കഥയാണ് ഈ വന്നത്. എന്നാൽ ഇതേ പള്ളികളിൽ, നാട്ടിലുള്ള ഏറെക്കുറെ പള്ളികളിലും പള്ളിക്കൊരു വരാന്തി, ഒരു തിണ്ണയും ചിലപ്പം കസാരയിട്ടിരിക്കാൻ പുറത്തിരിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പള്ളിന്റെ ഉള്ളൊരു സ്വർഗവും അതിന്റെ ആകം അതിന്റെ പുറംഭാഗം ഉണ്ടല്ലോ വരാന്ത, ആ വരാന്ത ഒരു നിരകുക. കാരണം ഇവിടെ ഇരുന്നാണ് ഒരുവിധ ആൾക്കാരുടെയൊക്കെ പച്ചിറച്ചി തിന്നുന്ന പണി വരാന്തയിലുണ്ടാവല്. കല്യാണം മുടക്കുക, പച്ചിറച്ചി തിന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് പോകുന്ന പയ്യന്മാരെ കുറിച്ച് കുറ്റം പറയാ, അവന്റെ ഗുണവും ദോഷവും പറയാ, എന്നിട്ട് അകത്തേക്ക് അള്ളാഹു കേൾക്കുമ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് ഒറ്റ കൈയ്യട്ടലും. ഇതാണുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് എന്തോ ഇറ്റിങ്ങളൊക്കെ നിഷ്കളങ്കരാണ്. അവരൊരു നേരം കൊണ്ട് ചെറിയ നേരം കൊണ്ട് അവർ തീരുമാനിച്ചു, ഞാൻ ഈ സംശുദ്ധനല്ല, അതുകൊണ്ട് ഞാൻ എവിടേക്ക് പോയി ഇനിയും തൗബ ചോദിക്കേണ്ടവനാണ്. ആ ചോദ്യത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയി എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ദയവായിട്ട് നമ്മുടെ മഹലിന്റെ ഓരോ മഹലിലും വിളിച്ചു ചേർക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊരു വൻ ഉപദേശം അതിലുണ്ട്. അതോട് കൂടിയിട്ട് ഒരാളെയും പിന്നെ പരദൂഷണം പറയാൻ പോവില്ല, ഒരാളെയും തന്നെ കുറ്റം പറയുന്ന യാതൊരു കേസിനും പോവില്ല. എല്ലാവരും തന്നെ എന്തായിരിക്കും? സ്വസ്ഥരായിരിക്കും. കാരണം അന്ന് സംശുദ്ധര തെരഞ്ഞയിൽ നിങ്ങളില്ലായിരുന്നല്ലോ എന്ന് പറയുന്നതോട് കൂടി തീർന്ന കഥ. അപ്പൊ അതുകൊണ്ട് ഈ അനുഭവ കഥ നിങ്ങൾക്കിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടത്തിലേക്കും കൂട്ടുകാരോടും നിങ്ങളുടെ മഹല്ലുകളിലും നിങ്ങളുടെ ഇനിയിപ്പോ ഹിന്ദുവിനും പറ്റും, ഇത് ക്രിസ്ത്യാനിക്കും പറ്റും, ആർക്കും ഏത് മതത്തിലും ഉപയോഗിക്കാം. തികഞ്ഞവരാരെന്നൊരു ചോദ്യം ചോദിച്ചുള്ളൂ. അപ്പൊ സ്വയം മുട്ടുമടക്കി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ വന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ കഥ പരമാവധി ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.